MC ബീന ടൈലറിംഗ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യൽ തുമ്പ് എത്ര എടുക്കണമെന്നുള്ളത് നോക്കാം. ഒരു ബ്ലൗസിൻ്റെ തയ്യൽ തുമ്പാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്കിൻ്റെ ലെങ്ത്, ബാക്ക് ഇറക്കത്തിൻ്റെ കൂടെ എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. അത് നമുക്ക് കിട്ടിയിരിക്കുന്ന അളവാണ് വെച്ച് നോക്കുന്നത്. 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു 3/4 ഇഞ്ച് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 14.25 കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടുന്നത് ചെസ്റ്റിൻ്റെ അളവാണ്. അത് ചെസ്റ്റ് നിവർത്തി വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബാക്ക് പാർട്ടിൻ്റെ. അപ്പോഴത്തേനും അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ പകുതി എടുത്താൽ മതി, 10.25. അതിൻ്റെ കൂടെ നമുക്ക് 2-2.5 ഇഞ്ച് നമുക്ക് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. അടുത്തത് നമുക്ക് വേണ്ടുന്നത് ഷോൾഡർ സ്ട്രിപ്പിൻ്റെയാണ്. ഷോൾഡർ സ്ട്രിപ്പിൻ്റെ അളവെന്ന് പറയുമ്പം ഈ 3 നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ സ്ട്രിപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഷോൾഡർ സ്ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഈ മേളിൽ ജോയിൻറ്റ് വരുന്ന ആ ഭാഗമാണ്, കൈ വരെ ഉള്ള ആ ജോയിൻറ്റിൻ്റെ ആ ഭാഗം, അതാണ് ഷോൾഡർ സ്ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടുന്നത് സ്ലീവ് ലെങ്താണ്. സ്ലീവ് ലെങ്തിൻ്റെ കൂടെ നമുക്ക് 1-2 ഇഞ്ച് നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടാം. ഇവിടെ 7.25 ഇഞ്ചാണ് അതിൻ്റെ ഇറക്കം, കൈയുടെ ഇറക്കം കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു 1.5 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടുണ്ട്. താഴെ നമുക്ക് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നതെങ്കിൽ മുകളിൽ 1/2 ഇഞ്ച് കൂടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ അതേപോലെ തന്നെയാണ് സ്ലീവ് റൗണ്ടിനും ഗ്യാപ്പ് ഹൈറ്റിനും എല്ലാം നമുക്ക് അതേ അളവ് തന്നെ കൊടുക്കാം. താഴെ നമ്മൾ 1.5 കൊടുക്കുന്നതെങ്കിൽ, 1.5 ഇഞ്ച് അളവാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 2 ഇഞ്ച് അളവെടുക്കണം. കാരണം താഴെ 1.5 തയ്യൽ തുമ്പ് കൊടുക്കണം, മുകളിലും 1/2 ഇഞ്ച് വേണം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ എന്തായാലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. പിന്നെ നമുക്ക് താഴെ ഇഷ്ടാനുസരണമുള്ള തയ്യൽ തുമ്പ് കൊടുക്കാം. അങ്ങനെ സ്ലീവ് ലെങ്തിനും സ്ലീവ് റൗണ്ടിനും ക്യാപ്പ് ഹൈറ്റിനും അങ്ങനെയുള്ള അളവാണ് കൊടുക്കേണ്ടത്. അടുത്തത് നമുക്ക് നെക്ക് വിഡ്ത്ത് കിട്ടിയേക്കുന്നത് 2.5 ഈ 2.5-ൽ നമുക്ക് തുണി കട്ട് ചെയ്യാൻ നേരം 2.25 എടുത്താൽ മതി. 2.5 തന്നെ എടുക്കണ്ട. കാരണം 2.25 എടുത്ത് നമ്മൾ തുണി കട്ട് ചെയ്ത് തയ്ച്ച് വരുമ്പോൾ അത് 2.5 മാറും. അടുത്തത് നമുക്ക് വേണ്ടുന്നത് ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻ്റാണ്. അപ്പം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള അളവിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഇഞ്ചാണ് കൂട്ടേണ്ടത്. 8.25 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കാം. അടുത്തത് വേണ്ടുന്നത് ഫ്രണ്ടിൻ്റെ ഇറക്കമാണ്, ഫ്രണ്ട് ലെങ്ത്. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 11.25. അതിൻ്റെ കൂടെ 3/4 ഇഞ്ചാണ് കൂട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് എത്രയാണോ അതിൻ്റെ തയ്യൽ തുമ്പ് കൂട്ടേണ്ടത് അതാണ് ഈ പറയുന്നത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ അടുത്ത ഇതിൽ നമുക്ക് കാണിക്കാം. അതുപോലെ ബ്രസ്റ്റ് പോയിൻ്റ് ടു ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അളവാണ് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്ന ആ 4 ഇഞ്ച്. അത് 4 ഇഞ്ച്, അതിൻ്റെ കൂടെ നമുക്ക് 1/4 ഇഞ്ച് കൂടെ അധികം വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പടി വയ്ക്കുന്ന സ്ഥലത്ത് 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകും, ഹുക്ക് പടിയൊക്കെ വയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതിനാണ് അവിടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നെക്ക് ഇറക്കത്തിനൊന്നും നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അടിച്ച് മറിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. അതുകൊണ്ടാണ് ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും നമ്മൾ തയ്യൽ തുമ്പിൻ്റെ കാര്യമൊന്നും പറയാത്തത്. ഇതിപ്പോൾ നമുക്ക് ഒന്നുകൂടെ എഴുതിയിരിക്കുന്നത് നോക്കാം. ബാക്ക് ലെങ്തിൻ്റെത് 14 കൂടെ 3/4 കൂട്ടി 14.25. ആം റൗണ്ടിന് നമുക്ക് വേണ്ട. ജസ്റ്റ് നമുക്ക് എടുത്തേക്കുന്ന കണ്ടല്ലോ, 10.25 എടുത്തേക്കുന്നത്. അതായത് നിവർത്തി ഇട്ടേക്കുന്നതുകൊണ്ട് വെട്ടുമ്പോൾ നമ്മൾ 4 മടക്കിയിട്ടിട്ടല്ലേ തുണി കട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതെടുത്തിരിക്കുന്നത്. അടുത്തത് ഷോൾഡർ സ്ട്രിപ്പ് നമുക്ക് 3.25 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. സ്ലീവ് ലെങ്തിൻ്റെ കൂടെ നമുക്ക് 1-2 കൂട്ടാം. സ്ലീവ് റൗണ്ടിൻ്റെ കൂടെയും ക്യാപ്പ് ഹൈറ്റിൻ്റെ കൂടെ അങ്ങനെ തന്നെയാണ്. അടുത്തപോലെ നെക്ക് വിഡ്ത്തിന് 2.5 നമ്മൾ 2.25 എടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നമുക്ക് 1/2 ഇഞ്ചാണ് കൂട്ടി കൊടുക്കേണ്ടത്. ഫ്രണ്ട് ലെങ്തിൻ്റെ അവിടെ 3/4 ഇഞ്ച് കൂട്ടി കൊടുക്കണം. ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നിടത്ത് 1/4 ഇഞ്ച് കൂട്ടി കൊടുക്കണം. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടുന്നത്. ഇത് വെച്ച് നമുക്ക് തുണി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ നമുക്ക് ഷോൾഡറും ആം ഹോളും നമുക്ക് തുണി കട്ട് ചെയ്യാൻ നേരം കണ്ടുപിടിക്കാം. അന്നേരമാണ് നമുക്ക് ഷോൾഡറും ആം ഹോളും എടുക്കുന്നത്. ഓക്കെ.